Dear students, welcome back. Today we are discussing about how to prepare a receipts and payment account of a non-profit organization. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്താണ് എന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ പ്രധാനപ്പെട്ട 3 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്, ഈ 3 സ്റ്റേറ്റ്മെന്റുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വാട്ട് ഈസ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്, എന്താണ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ആൻഡ് ഹൗ ടു പ്രിപ്പയർ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്, എങ്ങനെ ഒരു റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കിയേക്കാം എങ്ങനെ ഒരു റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. നമുക്ക് ആദ്യം എന്താണ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് പരിശോധിച്ച് നോക്കാം. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഇസ് എ നോമിനൽ അക്കൗണ്ട് prepared at the end of an accounting year on the basis of cash receipts and cash payments record in the cash book. It is a summary of cash and bank transaction under various head. അതായത് ഒരു അക്കൗണ്ടിങ് ഇയറിൻ്റെ അവസാനത്തിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ക്യാഷ് റെസിപ്റ്റ്സുകളും ക്യാഷ് പേയ്മെൻറ്റും കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരിക്കും റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. അതായത് ക്യാഷ് ബുക്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ക്യാഷ് റെസിപ്റ്റ്സും ക്യാഷ് പേയ്മെൻറ്റും കാണിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഒരു സമ്മറി കൂടിയാണ് ശരിക്കും റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വരുന്ന എല്ലാ റെസിപ്റ്റ്സും എല്ലാ പേയ്മെൻറ്റും നമ്മൾ ശരിക്കും എവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ക്യാഷ് ബുക്കിനകത്ത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ക്യാഷ് ബുക്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോ ട്രാൻസാക്ഷനും സംഭവിക്കുമ്പോൾ നമ്മളത് അപ്പോൾ റെക്കോർഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ജനുവരി 1-ാം തീയതി നമുക്ക് കുറച്ച് സബ്സ്ക്രിപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ജനുവരി 1-ൽ നമ്മളത് എഴുതി വെക്കും. പിന്നെ നമുക്ക് സബ്സ്ക്രിപ്ഷൻ വരുന്നത് ഫെബ്രുവരി 1-ാം തീയതി ആണെങ്കിൽ നമ്മൾ ഫെബ്രുവരി 1-ാം തീയതി എഴുതി വെക്കും. ദെൻ മാർച്ച് 1-ാം തീയതി വീണ്ടും വരുമ്പോൾ മാർച്ച് 1-ാം തീയതി, അങ്ങനെ വ്യത്യസ്ത ഡേറ്റുകളിലായിട്ട് നമുക്ക് സബ്സ്ക്രിപ്ഷൻ കിട്ടും. അപ്പോൾ ഒരു കൊല്ലം മൊത്തം എത്ര സബ്സ്ക്രിപ്ഷൻ കിട്ടി എന്നുള്ളത് അറിയണമെങ്കിൽ ക്യാഷ് ബുക്ക് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല. അത് സാധാരണ നമ്മൾ ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓരോ ലെഡ്ജറിലേക്ക് നമ്മൾ ട്രാൻസാക്ഷൻ മാറ്റിക്കഴിഞ്ഞാൽ ലെഡ്ജർ അക്കൗണ്ടുകളുടെ ഹെഡുകൾ നമുക്ക് ടോട്ടലായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമ്മറിയാണ് ശരിക്കും എവിടെ പ്രിപ്പയർ ചെയ്യുന്നത്, ആ ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാനം നമ്മൾ എന്ത് ചെയ്യും, ഈ എല്ലാ ഹെഡുകളും റെസിപ്റ്റ്സ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് 2 സൈഡിലായിട്ട് കാണിക്കും. ഒരു സൈഡിൽ റെസിപ്റ്റ്സും ഒരു സൈഡിൽ പേയ്മെൻറ്റ്, അതായത് ഡെബിറ്റ് സൈഡിൽ നമ്മൾ റെസിപ്റ്റ്സ് കാണിക്കും, ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ പേയ്മെൻറ്റ് കാണിക്കും. എന്നിട്ട് നമ്മൾ അതിനകത്ത് ഓരോ ഹെഡ്, ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഹെഡ് കാണിക്കും, അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, കംപ്ലീറ്റ് സബ്സ്ക്രിപ്ഷൻ കാണിക്കും. അതായത് ഒരു വർഷം നമുക്ക് കിട്ടിയ മൊത്തം സബ്സ്ക്രിപ്ഷൻ എത്രയാണോ അതാണ് കാണിക്കുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടാണെന്ന് വിചാരിക്കുന്നു. അതായത് ഒരു അക്കൗണ്ടിങ് ഇയറിലെ എല്ലാ റെസിപ്റ്റ്സും പേയ്മെൻറ്റും കാണിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ത്, റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. ഇത് അക്കൗണ്ടിങ് ഇയറിൻ്റെ ഏറ്റവും അവസാനമാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിന് നമുക്ക് എന്തും കൂടെ പറയാം, സമ്മറി ഓഫ് ക്യാഷ് ബുക്ക്. ഓരോ ഹെഡുകളുടെയും സമ്മറിയാണ് ശരിക്കും ഇതിൽ കാണിക്കുന്നത്, റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ കാണിക്കുന്നത്. അതുകൊണ്ട് ഇതിന് നമുക്ക് എന്ത് പറയാം, സമ്മറി ഓഫ് ക്യാഷ് ബുക്ക് എന്ന് പറയാം. ക്ലിയർ ആണല്ലോ പറഞ്ഞുള്ളത്. അപ്പോൾ ഇനി നമുക്ക് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. എന്തൊക്കെയാണ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റംസ്, റെസിപ്റ്റ് സൈഡിൽ എന്തൊക്കെ ഐറ്റംസ് വരും, പേയ്മെൻറ്റ് സൈഡിൽ എന്തൊക്കെ ഐറ്റംസ് വരും എന്നുള്ളത് നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇത് പരിചയപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് നിങ്ങൾ നോട്ടിൽ കൃത്യമായിട്ടൊന്ന് വരച്ച് വെക്കുക. അതേസമയം തന്നെ നമ്മളിതിനകത്ത് പറയുന്ന ചില ഐറ്റംസ് ഒന്നും നിങ്ങൾക്ക് മുൻപേ കേട്ട് പരിചയമില്ലാത്തതായിരിക്കും. അതുകൊണ്ട് അത്തരം ഐറ്റംസിൻ്റെ മലയാളം മീനിങ് എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾ താഴെ ഒന്ന് എഴുതി വെക്കുക. കാരണം ക്വസ്റ്റ്യനിൽ ഈ ഐറ്റം കാണുമ്പോൾ ഇത് റെസിപ്റ്റ്സ് ആണോ പേയ്മെൻ്റ് ആണോ എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ പണി. അപ്പോൾ അത് തിരിച്ചറിയണമെങ്കിൽ നമുക്കിതിൻ്റെ മീനിങ് കൂടെ ഒന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഏതെങ്കിലും പുതിയ ഐറ്റംസ് നിങ്ങൾ കാണുകയാണെങ്കിൽ, ഈ പറയുന്ന ഐറ്റംസിൽ ഏതെങ്കിലും പുതിയതായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് ഒന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. നമ്മൾ സാധാരണ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കുന്ന പോലെ തന്നെ ഡെബിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട്, ഇങ്ങനെയുള്ള 4 കോളംസ് ആയിട്ടാണ് നമ്മൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് വരയ്ക്കുന്നത്. ഡെബിറ്റ് സൈഡിൽ നമ്മൾ റെസിപ്റ്റ്സുകൾ കാണിക്കുന്നു, ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പേയ്മെൻറ്റുകൾ കാണിക്കുന്നു. സാധാരണത്തെ പോലെ തന്നെ ഒരു പർട്ടിക്കുലർ ഡേറ്റിലേക്കാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. മുകളിൽ നമ്മൾ ഹെഡിങ് കൊടുക്കും, റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡിങ് എന്ന് പറഞ്ഞിട്ട് ഏത് വർഷം അവസാനിക്കുന്ന ഡേറ്റ് ഏതാണോ ആ ഡേറ്റ് നമ്മൾ കൊടുക്കും. റെസിപ്റ്റ്സ് എമൗണ്ട്, പേയ്മെൻറ്റ് എമൗണ്ട് എന്ന് കോളത്തിന് ഹെഡിങ് കൊടുക്കും. നമുക്ക് റെസിപ്റ്റ് സൈഡിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് വരുന്നതെന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ സാധാരണ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ്, ക്യാഷിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് വെച്ചിട്ടാണ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് തുറക്കുന്നത്. ക്യാഷും ബാങ്കും സെപ്പറേറ്റ് കോൾ ഉണ്ടെങ്കിൽ രണ്ടും നമ്മൾ ഒരുമിച്ചാണ് കാണിക്കുക. അപ്പോൾ ബാലൻസ് B/D എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് കാണിക്കും, ക്യാഷിൻ്റെ ബാലൻസും ബാങ്കിൻ്റെ ബാലൻസും നമ്മൾ ആദ്യം കാണിക്കും. എവിടെയാണ് കാണിക്കുന്നത്, റെസിപ്റ്റ് സൈഡിൽ. അപ്പോൾ റെസിപ്റ്റ് സൈഡിൽ നമ്മൾ ഏറ്റവും ആദ്യം കാണിക്കുന്നത് എന്താണ്,
ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ആൻഡ് ബാങ്ക്, ബാങ്കിൻ്റെയും ക്യാഷിൻ്റെയും ഓപ്പണിംഗ് ബാലൻസ്. ക്ലിയർ ആണല്ലോ. ഇത് രണ്ടാമത് നമ്മൾ കാണിക്കുന്നത് സബ്സ്ക്രിപ്ഷൻ. സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരിസംഖ്യ. നമ്മൾ സാധാരണ ഇപ്പോൾ ഈ ക്ലബ്ബുകളിൽ മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ വരിസംഖ്യ പിരിക്കാറുണ്ട്. ഇപ്പോൾ പള്ളികളിലാണെങ്കിലും അംഗങ്ങളുടെ കയ്യിൽ നിന്ന് വരിസംഖ്യയൊക്കെ പിരിക്കാറുണ്ട്. മാസമാസമൊക്കെ ആയിട്ട് വരിസംഖ്യ പിരിക്കാറില്ലേ? ഈ വരിസംഖ്യയാണ് നമ്മൾ സബ്സ്ക്രിപ്ഷൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഓക്കെയാണല്ലോ. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ വ്യത്യസ്ത വർഷങ്ങൾ കിട്ടിയതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ഡിഫറെൻ്റ് ആയിട്ട് ഇയേഴ്സ് ആയിട്ട് തന്നെ കാണിക്കും. എന്തായാലും സബ്സ്ക്രിപ്ഷൻസ് എല്ലാം കൂടെ നമ്മൾ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞൊരു ഹെഡിൽ അവർ കാണിക്കും. ഓക്കെയാണല്ലോ. പിന്നെ പറയുന്നത് ജനറൽ ഡൊണേഷൻ. ഡൊണേഷൻ രണ്ടായിട്ടുണ്ട്, സ്പെസിഫിക് ഡൊണേഷനും ഉണ്ട്, ജനറൽ ഡൊണേഷനും ഉണ്ട്. ഇപ്പോൾ ജനറൽ ഡൊണേഷൻ ആണെങ്കിൽ, ജനറൽ ഡൊണേഷൻ എന്ന് പറയുന്നത് വെറുതെ നമുക്ക് ഡൊണേഷൻ ആരെങ്കിലും നമ്മുടെ ക്ലബ്ബിലേക്ക് കുറച്ച് സംഭാവന തരിക അല്ലെങ്കിൽ പള്ളിയിലേക്ക് കുറച്ച് സംഭാവന തരികയാണെങ്കിൽ അത് നമ്മൾ ജനറൽ ഡൊണേഷൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ കാണിക്കും. പിന്നെ സ്പെസിഫിക് ഡൊണേഷൻ നമ്മൾ ഈ അവസാനം പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം സ്പെസിഫിക് ഡൊണേഷൻ എന്താണെന്നുള്ളത്. ദെൻ മൂന്നാമത്തായിട്ട് എന്താണ് പറയുന്നത്? സെയിൽ ഓഫ് ന്യൂസ് പേപ്പർ, പീരിയോഡിക്കൽസ് ഓർ വേസ്റ്റ് പേപ്പർ. അതായത് നമ്മുടെ സ്ഥാപനത്തിലുള്ള പഴയ ന്യൂസ് പേപ്പർ, പഴയ പീരിയോഡിക്കൽസിലേക്ക് മാഗസിൻ, നമ്മൾ ആഴ്ച പതിപ്പ്, മാസത്തിൽ വരുന്ന മാസികകളൊക്കെ ഇല്ലേ, ഇതൊക്കെ നമ്മൾ പഴയതെടുത്ത് വിൽക്കുന്നതാണ് സെയിൽ ഓഫ് ന്യൂസ് പേപ്പർ ഓർ പീരിയോഡിക്കൽസ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് കേട്ടോ. ദെൻ നെക്സ്റ്റ് സെയിൽ ഓഫ് ഓൾഡ് സ്പോർട്സ് മെറ്റീരിയൽ. ഇപ്പോൾ ക്ലബ്ബുകളിലൊക്കെ പഴയ സ്പോർട്സ് മെറ്റീരിയൽ, ബാറ്റൊക്കെ കേടുവന്നത് അല്ലെങ്കിൽ ചെറിയ ഡാമേജ് ഉള്ളതൊക്കെ ആയ സാധനങ്ങൾ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഒന്നിച്ച് നമ്മൾ വിൽക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വിൽക്കുമ്പോൾ കിട്ടുന്ന പൈസയാണ് സെയിൽ ഓഫ് ഓൾഡ് സ്പോർട്സ് മെറ്റീരിയൽ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെയിൽ ഓഫ് ഓൾഡ് സ്പോർട്സ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ പഴയ സ്പോർട്സ് മെറ്റീരിയൽ വിറ്റത്. ഓക്കെ ആണല്ലോ. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്. ഇപ്പോൾ നമ്മൾ ഫണ്ടിൽ എന്തെങ്കിലും ബാലൻസ് വന്നാൽ ആ ഫണ്ട് നമ്മൾ ബാങ്കിലോ മറ്റെവിടെയെങ്കിലും നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഡെപ്പോസിറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഡെപ്പോസിറ്റിൻ്റെ മുകളിൽ നമുക്ക് പലിശ കിട്ടുകയാണെങ്കിൽ അതാണ് ഇൻട്രസ്റ്റ് ഓൺ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്. ഇതെല്ലാം നമുക്ക് വരുന്ന വരവുകളാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു മീനിങ്ങിൽ തന്നെ ഇതിനെ ആലോചിച്ച് പോവുക. നമ്മുടെ സ്ഥാപനത്തിലേക്ക്, നമ്മൾ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്, അതിലേക്ക് വരുന്ന വരവുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു മീനിങ്ങിൽ തന്നെ ഇതെല്ലാം എടുത്തിട്ട് പോവാം. നെക്സ്റ്റ് വൺ, ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ് ഓൺ ജനറൽ ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതല്ലാതെ ഏതെങ്കിലും കമ്പനിയുടെ ഷെയർസിലോ അങ്ങനെയൊക്കെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് മുകളിൽ നമുക്ക് ഡിവിഡൻഡ്, ഇപ്പോൾ ഷെയറിലാണെങ്കിൽ നമുക്ക് ഡിവിഡൻഡ് കിട്ടും, ഇനി അതല്ല ഡിബഞ്ചറിൽ എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടുന്ന പൈസയാണ് ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ് ഓൺ ജനറൽ ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മുകളിൽ നമുക്ക് കിട്ടുന്ന പൈസ. ഓക്കെ ആണല്ലോ. ദ നെക്സ്റ്റ് വൺ ലോക്കർ റെൻറ്റ്. ലോക്കർ റെൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലോക്കർ കേട്ടിട്ടില്ലേ? നമ്മൾ ബാങ്കിലൊക്കെ ലോക്കർ ഫെസിലിറ്റി ഉണ്ടാവില്ല, നമ്മളെ വില പിടിപ്പുള്ള സാധനങ്ങളെ കൊണ്ടുപോയി സൂക്ഷിക്കുന്ന ലോക്കറുകൾ. ഇപ്പോൾ നിങ്ങൾ ഈ അമ്യൂസ്മെൻറ്റ് പാർക്കുകളിലൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ലോക്കറുകൾ തരും. അപ്പോൾ ഇതേപോലെ ഈ ക്ലബ്ബുകളിലും അതേപോലെ ക്ലബ്ബുകളിലൊക്കെ പ്ലെയേഴ്സിൻ്റെ സാധനങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്, ലോക്കർ ഫെസിലിറ്റി കൊടുക്കാറുണ്ട്. അപ്പോൾ അതിന് നമുക്ക് കിട്ടുന്ന റെൻ്റാണ് ശരിക്കും എന്ത് ഉദ്ദേശിക്കുന്നത്, ലോക്കർ റെൻ്റ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ. ദെൻ നെക്സ്റ്റ് സെയിൽ ഓഫ് സ്ക്രാപ്പ്. നമ്മൾ പഴയ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ പെറുക്കി വെക്കുന്നതാണ് സെയിൽ ഓഫ് സ്ക്രാപ്പ്. സ്ക്രാപ്പായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാവില്ല, പഴയ സാധനങ്ങൾ, അതെല്ലാം കൂടെ പെറുക്കി വിറ്റതാണ് സെയിൽ ഓഫ് സ്ക്രാപ്പ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, പ്രൊസീഡ്സ് ഫ്രം ചാരിറ്റി ഷോ. നമ്മൾ എന്തെങ്കിലും ചാരിറ്റി പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഫണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ഷോ നടത്തുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തെയാണ് നമ്മൾ പ്രൊസീഡ്സ് ഫ്രം ചാരിറ്റി ഷോ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, മിസ്ലേനിയസ് റെസിപ്റ്റ്. മിസ്ലേനിയസ് റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ അല്ലറ ചില്ലറ വരവുകൾ എന്നുള്ള അർത്ഥമുള്ളൂ കേട്ടോ. ഇതെന്നല്ലാതെ ചെറിയ ചെറിയ വരവുകൾ ഉണ്ടെങ്കിൽ അതിനാണ് നമ്മൾ മിസ്ലേനിയസ് റെസിപ്റ്റ്സ് എന്നുള്ള ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, ഗ്രാൻറ്റ് ഇൻ എയ്ഡ്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നൊക്കെ നമുക്ക് ചിലപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ലോക്കൽ ബോഡീസ്, അതായത് ഗ്രാമപഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നൊക്കെ പറഞ്ഞ ലോക്കൽ ബോഡീസ്, ഇവിടെ നിന്നൊക്കെ ചിലപ്പം എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക സഹായങ്ങൾ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് ലഭിക്കാറുണ്ട്. അതിനെയാണ് ഇവിടെ നമ്മൾ ഗ്രാൻറ്റ് ഇൻ എയ്ഡ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഗ്രാൻറ്റ് കിട്ടുക, ഗവൺമെൻറ്റിൻ്റെ ഗ്രാൻറ്റ് കിട്ടുക, അങ്ങനെയുള്ളതാണ് ഗ്രാൻഡ് ഇൻ എയ്ഡ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, ലെഗസീസ്. ലെഗസീസ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ലീഗലി, അതായത് നമുക്ക് വിൽപ്പത്ര പ്രകാരം ആരെങ്കിലുമൊക്കെ മരണപ്പെടുന്ന സമയത്ത് അയാളുടെ സ്വത്തോ കാര്യങ്ങളൊക്കെ എഴുതി വെക്കാറുണ്ട് ചില സ്ഥാപനങ്ങളുടെ പേരിൽ, ചില ചാരിറ്റി ഓർഗനൈസേഷൻ്റെ പേരിലൊക്കെ ആളുകൾ എന്ത് ചെയ്യാറുണ്ട്, അവരുടെ സ്വത്തൊക്കെ വിൽപ്പത്ര പ്രകാരം എഴുതി വെക്കാറുണ്ട്. അങ്ങനെ നമുക്ക് കിട്ടുന്ന ഫണ്ടിനെയാണ് നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നത്, ലെഗസീസ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, സ്പെസിഫിക് ഡൊണേഷൻ. സ്പെസിഫിക് ഡൊണേഷൻ നമ്മൾ നേരത്തെ ഡൊണേഷൻ്റെ കാര്യം പറഞ്ഞു, ജനറൽ ഡൊണേഷനും അതേപോലെ തന്നെ സ്പെസിഫിക് ഡൊണേഷനും ഉണ്ടെന്ന്. ജനറൽ ഡൊണേഷൻ നമ്മൾ പറഞ്ഞു സാധാരണ നമ്മുടെ ബിസിനസ്സിലേക്ക് വരുന്ന സാധാരണ ഡൊണേഷൻസ് ആണ്, ബിസിനസ് അല്ല, നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരുന്ന സാധാരണ ഡൊണേഷനാണ്. അതേസമയം സ്പെസിഫിക് ഡൊണേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പർപ്പസ് ഉണ്ടാവും. അതായത് ഇപ്പോൾ ലൈബ്രറിക്ക് വേണ്ടിയിട്ട് ഡൊണേഷൻ കൊടുക്കുക, ഡൊണേഷൻ ഫോർ ലൈബ്രറി. അതേപോലെ തന്നെ
ഡൊണേഷൻ ഫോർ പവലിൻ, ഡൊണേഷൻ ഫോർ ഗ്രൗണ്ട്, ഡൊണേഷൻ ഫോർ ബിൽഡിംഗ്, ഇങ്ങനെ ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡൊണേഷൻ കിട്ടുക. അങ്ങനെ കിട്ടുന്ന ഡൊണേഷനാണ് നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നത്, സ്പെസിഫിക് ഡൊണേഷൻ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ, നമ്മുടെ നിക്ഷേപങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് വിൽക്കുമ്പോൾ നമുക്ക് അതിന് പൈസ കിട്ടും. അതാണ് സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനിയുടെ കുറച്ച് ഷെയർ എടുത്തിട്ടുണ്ട്, ആ ഷെയർ നമ്മൾ വിൽക്കുകയാണെങ്കിൽ അതിന് നമ്മൾ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത് ഉദ്ദേശിക്കും. സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്. സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അസറ്റുകൾ നമ്മൾ വിൽക്കുക. അസറ്റ് എന്ന് പറയുമ്പോൾ അതായത് നമ്മുടെ ലാൻഡ്, ബിൽഡിംഗ്, അങ്ങനെയൊക്കെ നമ്മുടെ സ്ഥാപനത്തിന് സ്വന്തമായിട്ട് ചിലപ്പോൾ വെഹിക്കിൾസ് ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ ചാരിറ്റി ഓർഗനൈസേഷൻ ആണെങ്കിൽ അവർക്ക് വെഹിക്കിൾസ് ഒക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ ക്ലബ്ബുകളൊക്കെ ആണെങ്കിൽ അവർക്ക് ബിൽഡിങ്, ലാൻഡ്, അതായത് ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ അസറ്റുകളുണ്ട്. ഈ അസറ്റുകൾ വിൽക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, ലൈഫ് മെമ്പർഷിപ്പ് ഫീ. ലൈഫ് മെമ്പർഷിപ്പ് ഫീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ലൈഫിൽ ഒരു തവണ മാത്രം കൊടുക്കുന്ന ഫീ ആണ്. അതായത് മെമ്പർഷിപ്പ് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ലൈഫിൽ ഒരിക്കൽ മാത്രം കൊടുക്കുന്ന ഫീ ആണ്. അയാളുടെ ലൈഫ് ലോങ്ങിലേക്കുള്ള ഫീ ആണ് ലൈഫ് മെമ്പർഷിപ്പ് ഫീ എന്നാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, എൻട്രൻസ് ഫീ. നമ്മൾ സ്ഥാപനത്തിലേക്ക് എൻട്രൻസുമായി ബന്ധപ്പെട്ടുള്ള ഫീ ആണ് എൻട്രൻസ് ഫീ. നെക്സ്റ്റ്, റെസിപ്റ്റ്സ് ഓൺ അക്കൗണ്ട്സ് ഓഫ് സ്പെസിഫിക് പർപ്പസ് ഫണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള ഒരു സ്പെസിഫിക് പർപ്പസിനായിട്ട് നമ്മൾ മാറ്റി വെച്ച ഫണ്ടിൻ്റെ മുകളിൽ നമുക്ക് അഡീഷണൽ റെസിപ്റ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഈ ഫണ്ട് നമ്മൾ നിക്ഷേപിച്ചിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ റെസിപ്റ്റ്സ് ഉണ്ടാവും. ലൈക്ക് ഇൻട്രസ്റ്റ് കിട്ടുക, അതാണ് പിന്നെ പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ സ്പെസിഫിക് ഫണ്ട്സ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതിൻ്റെയൊക്കെ മുകളിൽ നമുക്ക് എന്ത് കിട്ടുക, നമ്മൾ ഇൻട്രസ്റ്റ് കിട്ടുക. അതായത് ഇപ്പോൾ നമ്മൾ ബിൽഡിങ്ങിന് വേണ്ടി കുറച്ച് ഫണ്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഡൊണേഷനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഡൊണേഷൻ നമ്മൾ തൽക്കാലം ഈ ബിൽഡിംഗ് ഉണ്ടാക്കുന്നത് വരെ നമ്മളെവിടെ എന്തെങ്കിലും ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. അപ്പോൾ ആ സമയം വരെ നമ്മൾ നിക്ഷേപിക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ നമുക്ക് ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടും. അങ്ങനെ കിട്ടുന്ന പൈസയാണ് ഇവിടെ സ്പെസിഫിക് ഫണ്ടിന് നമ്മൾ മാറ്റി വെച്ചിട്ട് അത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിന് കിട്ടുന്ന പൈസയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് റെസിപ്റ്റ്സ് ഓൺ അക്കൗണ്ട് ഓഫ് സ്പെസിഫിക് പർപ്പസ് ഫണ്ട് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ പറഞ്ഞുള്ളത്. അപ്പോൾ ഇത്രയാണ് റെസിപ്റ്റ്സുകൾ വരിക. ഇതെല്ലാം ഉണ്ടാവില്ല, ഇതിൽ ചില ഐറ്റംസ് ആയിരിക്കും വരിക റെസിപ്റ്റ്സുകളിൽ. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യനിൽ ഇതിൽ ഏതെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് നമ്മളിവിടെ കാണിക്കുക, റെസിപ്റ്റ്സുകളിൽ കാണിക്കുക. അപ്പോൾ റെസിപ്റ്റ്സുകളിൽ പറഞ്ഞ സംഭവങ്ങൾ നിങ്ങളൊന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്ത് കേട്ട് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അതിലേതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കൃത്യമായിട്ടൊന്ന് ചോദിക്കാം. ഓക്കെ ആണല്ലോ. ഇതിൻ്റെ അടുത്ത് നമുക്ക് പേയ്മെൻറ്റ് സൈഡ് നോക്കി നോക്കാം. പേയ്മെൻറ്റ് സൈഡിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കി നോക്കാം. ഇപ്പോൾ പേയ്മെൻറ്റ് സൈഡിൽ നമുക്ക് ആദ്യം കാണുമ്പോൾ ഒരു ബാലൻസ് പി ബാർഡി കാണാം. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ ആദ്യം തുടക്കത്തിൽ പറഞ്ഞു ബാങ്കിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് കാണിക്കും. ബാങ്ക് ചിലപ്പോഴൊക്കെ ഓവർ ഡ്രാഫ്റ്റ് വരാനുള്ള സാധ്യത ഉണ്ട് അല്ലേ. നമ്മളുള്ളതിൽ കൂടുതൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ബാങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് വരാം. അപ്പോൾ അങ്ങനെ ഓവർ ഡ്രാഫ്റ്റ് ആണ് വരുന്നതെങ്കിൽ നമ്മളത് പേയ്മെൻറ്റ് സൈഡിലാണ് ബാലൻസ്, ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് കാണിക്കുക. ക്യാഷിന് എന്തായാലും ഓവർ ഡ്രാഫ്റ്റ് ഉണ്ടാവില്ല, പക്ഷേ ബാങ്കിൽ ചിലപ്പോഴൊക്കെ ഓവർ ഡ്രാഫ്റ്റ് വരാം. അങ്ങനെ ഓവർ ഡ്രാഫ്റ്റ് വരികയാണെങ്കിൽ അപ്പോൾ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് അത് എവിടെ കാണിക്കും, പേയ്മെൻറ്റ് സൈഡിൽ കാണിക്കും. പിന്നെ വേറെ എന്തൊക്കെ ഐറ്റംസ് ആണ് പേയ്മെൻറ്റ് സൈഡിലുള്ളത്? വേജസ് ആൻഡ് സാലറീസ് നമുക്കറിയാവുന്നതാണ്. വേജസ് ആൻഡ് സാലറീസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. റെൻറ്റ്, അതേപോലെ തന്നെ റേറ്റ്സ് ആൻഡ് ടാക്സ്, ഇൻഷുറൻസ്, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി, പോസ്റ്റേജ് ആൻഡ് കൊറിയർ, അഡ്വർടൈസ്മെൻറ്റ്, സൺട്രി എക്സ്പെൻസ്, ടെലഫോൺ ചാർജ്, എൻ്റർടൈൻമെൻറ്റ് എക്സ്പെൻസ്, ഓഡിറ്റ് ഫീ, ഹോണറേറിയം. ഹോണറേറിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ചില ഗസ്റ്റുകളൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് പാരിതോഷികമായിട്ട് കൊടുക്കുന്ന എമൗണ്ടാണ് ഹോണറേറിയം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ടൂർണമെൻറ്റിന് നമ്മൾ ഒരു ചീഫ് ഗസ്റ്റായിട്ട് ഒരാളെ വിളിക്കുക, അതല്ലെങ്കിൽ നമ്മൾ പിന്നെ അമ്പയറിങ്ങിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ റെഫറി നിൽക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ആളുകളെ ഗസ്റ്റായിട്ട് വിളിക്കുക. അപ്പോൾ അവർക്കൊക്കെ നമ്മൾ കൊടുക്കുന്ന പാരിതോഷികമായിട്ട് കൊടുക്കുന്ന എമൗണ്ടാണ് ശരിക്കും നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നത്, ഹോണറേറിയം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് റിപ്പയേഴ്സ് ആൻഡ് റിന്യൂവൽസ് നമുക്കറിയാവുന്നതാണ്. ദെൻ അപ്കീപ്പ് ഓഫ് ഗ്രൗണ്ട്, ഗ്രൗണ്ടിൻ്റെ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് വരുന്ന ചിലവാണ് അപ്കീപ്പ് ഓഫ് ഗ്രൗണ്ട് എന്നുള്ള ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, കൺവെയൻസ്. കൺവെയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻസുകളാണ് കൺവെയൻസ്. ദെൻ ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് പീരിയോഡിക്കൽസ്, നമ്മൾ നേരത്തെ സെയിൽ ചെയ്യുന്ന കാര്യം പറഞ്ഞു, അതേപോലെ തന്നെ ന്യൂസ് പേപ്പർ പീരിയോഡിക്കൽസ് നമുക്ക് വാങ്ങാൻ വരുന്ന ചിലവാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ പറയുന്ന എല്ലാം പേയ്മെൻറ്റുകളാണ്. ദെൻ പർച്ചേസ് ഓഫ് അസറ്റ് വാങ്ങാൻ വരുന്ന ചിലവ്, പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഏതെങ്കിലും തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ നമ്മൾ എവിടെയെങ്കിലും വാങ്ങുകയാണെങ്കിൽ അതിന് വരുന്ന ചിലവ്. ഇത്രയുമാണ് പേയ്മെൻറ്റ് സൈഡിൽ വരുന്നത്. അപ്പോൾ നമ്മൾ റെസിപ്റ്റ്സും പേയ്മെൻറ്റും കൃത്യമായിട്ട് എഴുതും. എഴുതി സാധാരണ ലെഡ്ജർ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്ന പോലെ നമ്മൾ ബാലൻസ് ചെയ്യും. അപ്പോൾ നോർമൽ കേസിൽ നമുക്ക് ബാലൻസ് എവിടെയാണ് വരിക, പേയ്മെൻറ്റ് സൈഡിലാണ് ബാലൻസ് വരിക. അതായത് നമ്മൾ റെസിപ്റ്റ് സൈഡിൽ ഓപ്പണിംഗ് ബാലൻസ് ചെയ്തിട്ടാണ് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നോർമൽ കേസിൽ നമുക്ക് എവിടെ തന്നെയാണ് ബാലൻസ് വരിക, പേയ്മെൻറ്റ് സൈഡിലാണ് വരിക. അപ്പോൾ പേയ്മെൻറ്റ് സൈഡിലാണ് ബാലൻസ് വരുന്നതെങ്കിൽ നമ്മളവിടെ ക്യാഷ് ബാങ്കും വേറെ വേറെ ഉണ്ടെങ്കിൽ നമ്മളത് വേറെ വേറെ ആയിട്ട് കാണിക്കും. അല്ലെങ്കിൽ നമ്മൾ ബാലൻസ് ഓഫ് ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ക്ലോസിംഗ് ബാലൻസ് ആയിട്ട്, അതായത് ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് ആണ് നമ്മൾ തുടക്കത്തിൽ എഴുതുന്നത്. എൻഡ് നമ്മൾ കിട്ടുന്നത് എന്താണ്, ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ. ഇനി ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആണെങ്കിൽ മാത്രം ബാങ്കിൻ്റെ ബാലൻസ് മാത്രം നമുക്ക് എവിടെ വരും, റെസിപ്റ്റ് സൈഡിൽ വരും. ഓക്കെ ആണല്ലോ.
ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആണ് നമുക്ക് ക്ലോസിങ്ങിലും കിട്ടുന്നതെങ്കിൽ അതിൻ്റെ ബാലൻസ് മാത്രമേ ഇവിടെ വരും, റെസിപ്റ്റ് സൈഡിൽ വരും. ക്ലിയർ ആണല്ലോ? അത് നമ്മളപ്പോൾ ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മളത് അവിടെ റെസിപ്റ്റ് സൈഡിൽ കാണിക്കും. then അതല്ല നോർമൽ കേസിൽ നമുക്ക് എവിടെ തന്നെയാണ് ബാലൻസ് വരിക, പേയ്മെൻറ്റ് സൈഡിലാണ് വരിക. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാണ് ഒരു റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ്. നിങ്ങൾ അതൊന്നും കൂടെ വിശകലനം ചെയ്യുക. ആ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഫോർമാറ്റ് ഒന്നും കൂടെ നോക്കി വെക്കാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒരു റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് നോക്കി വെക്കാം. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് കുറച്ച് ഐറ്റംസും അതിൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. ക്യാഷ് ഇൻ ഹാൻഡ് ആസ് ഓൺ April 1st, 2014. 2014 ഏപ്രിൽ 1-ാം തീയതി, അതായത് നമ്മുടെ ഓപ്പണിംഗ് ക്യാഷ് ഇൻ ഹാൻഡ് തന്നിട്ടുണ്ട് 20,000. ദെൻ ക്യാഷ് അറ്റ് ബാങ്ക് ആസ് ഓൺ April 1, 2014. 2014 ക്യാഷ് അറ്റ് ബാങ്ക് തന്നിട്ടുണ്ട് 35,000. ദെൻ സബ്സ്ക്രിപ്ഷൻ നമുക്ക് 3 ഇയേഴ്സിൽ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് തന്നുള്ളത്. 2013-14 30,000, 2014-15 2,25,000, 2015-16 10,000, ടോട്ടൽ 2,65,000. അപ്പോൾ നമ്മൾ നോക്കി വെക്കേണ്ടത് നമുക്ക് തന്ന ഓരോ ഐറ്റംസും റെസിപ്റ്റ്സ് ആണോ പേയ്മെൻ്റ് ആണോ എന്നുള്ളത് നോക്കി വെക്കാം. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ പറഞ്ഞത്? അപ്പോൾ സബ്സ്ക്രിപ്ഷൻ എന്താണ്, റെസിപ്റ്റ്സ് ആണ് നമുക്കറിയാം. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ ഡൊണേഷൻ ഫോർ ബിൽഡിംഗ് സ്പെസിഫിക് ഡൊണേഷൻ ആണ്. എന്തിനാണെങ്കിലും ഡൊണേഷൻ എന്താണ്, റെസിപ്റ്റ്സ് ആണ്. ഡൊണേഷൻ ഫോർ ബിൽഡിംഗ് 60,000. ദെൻ എൻട്രൻസ് ഫീ എന്താണ്, റെസിപ്റ്റ്സ് ആണ് 23,000. ലൈഫ് മെമ്പർഷിപ്പ് ഫീ 20,000 എന്താണ്, റെസിപ്റ്റ്സ് ആണ്. ലൈഫ് മെമ്പർഷിപ്പ് ഫീ റെസിപ്റ്റ്സ്. ദെൻ പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി എന്താണ്, പേയ്മെൻ്റ് ആണ്. 38,750 അല്ലേ. ദെൻ ലൈറ്റിംഗ് 26,250 എന്താണ്, ലൈറ്റിംഗ് എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് പേയ്മെൻ്റ് ആണ്. ദെൻ നെക്സ്റ്റ് റേറ്റ്സ് ആൻഡ് ടാക്സ് എന്താണ്, പേയ്മെൻ്റ് ആണ് 17,000. ദെൻ ടെലിഫോൺ ചാർജ് 2,600 പേയ്മെൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ പേയ്മെൻറ്റ് സൈഡിലാണ് കാണിക്കുക. ദെൻ പോസ്റ്റേജ് ആൻഡ് കൊറിയർ 2,000 പേയ്മെൻ്റ് ആണ്. വേജസ് ആൻഡ് സാലറീസ് 88,000 പേയ്മെൻ്റ് ആണ്. ഇൻഷുറൻസ് പ്രീമിയം 15,000 പേയ്മെൻ്റ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റിയുടെ മുകളിലുള്ള ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഗവൺമെൻറ് സെക്യൂരിറ്റി നമ്മൾ നിക്ഷേപിച്ചിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടിയതാണ്. അത് ശ്രദ്ധിക്കണം കേട്ടോ. ഇൻട്രസ്റ്റ് ഇങ്ങോട്ട് കിട്ടിയതാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതെന്താണ്, റെസിപ്റ്റ്സ് ആണ്. ദെൻ ലോക്കർ റെൻറ്റ് 42,000 എന്താണ്, ലോക്കർ റെൻറ്റ് റെസിപ്റ്റ് ആണ്. പർച്ചേസ് ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റി നമ്മൾ പുതിയത് വാങ്ങിയതാണ്. പർച്ചേസ് എന്ന് പറയുമ്പോൾ പൈസ പോവാണ് ചെയ്യുക. അപ്പോൾ പേയ്മെൻ്റ് ആണ് 2 lakh പേയ്മെൻറ്റ്. ഞാൻ നമുക്ക് ക്യാഷ് അറ്റ് ബാങ്ക് തന്നിട്ടുണ്ട് 70,000. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ക്യാഷ് ഇൻ ഹാൻഡ് ക്ലോസിങ് എത്രയാണ് വരുന്നത്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ്. അപ്പോൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ നേരത്തെ പറഞ്ഞു, വളരെ സിമ്പിളാണ്. നിങ്ങൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് വരയ്ക്കുക. റെസിപ്റ്റ്സ് എമൗണ്ട്, പേയ്മെൻറ്റ് എമൗണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ഫോർമാറ്റ് വരയ്ക്കുക. എന്നിട്ട് നമ്മൾ റെസിപ്റ്റ് സൈഡിൽ ആദ്യം എന്ത് കാണിക്കുക, ക്യാഷിൻ്റെ ഓപ്പണിംഗ് ബാലൻസ്, ക്യാഷിൻ്റെയും ബാങ്കിൻ്റെയും ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ ബാലൻസ് മറ്റും എഴുതുക. എന്നിട്ട് നമ്മളിപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള എല്ലാ റെസിപ്റ്റ്സും നമ്മൾ എന്ത് ചെയ്യുക, റെസിപ്റ്റ് സൈഡിൽ പെറുക്കി എഴുതുക. പിന്നെ അതേപോലെ തന്നെ എല്ലാ പേയ്മെൻറ്റ്സും പേയ്മെൻറ്റ് സൈഡിൽ എഴുതുക. അതിനുശേഷം ബാലൻസ് ചെയ്യുക. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ആർക്കും പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു അക്കൗണ്ടാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരിക്കും റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. ആകെ നമുക്ക് അറിയേണ്ട എന്ത് മാത്രമേ ഉള്ളൂ, ക്വസ്റ്റ്യനിൽ ഏതൊക്കെയാണ് റെസിപ്റ്റ്സ് ഏതൊക്കെയാണ് പേയ്മെൻറ്റ് എന്നുള്ളത് തിരിച്ചറിയുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ജോലി. അപ്പോൾ ക്വസ്റ്റ്യൻ വൃത്തിക്ക് വായിച്ച് നമ്മൾ അതിൽ ഏതൊക്കെയാണ് റെസിപ്റ്റ്സ് ഏതൊക്കെയാണ് പേയ്മെൻറ്റ് എന്നുള്ളത് നമ്മളൊന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഫോർമാറ്റ് വരയ്ക്കുക. എന്നിട്ട് നമ്മൾ അതിലേക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ കൊടുക്കുക. അപ്പോൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റെസിപ്റ്റ് സൈഡിലാണ് ആദ്യം നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് കാണിക്കേണ്ടത്. നമ്മൾ പറഞ്ഞു ക്യാഷിൻ്റെയും ബാങ്കിൻ്റെയും ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ റെസിപ്റ്റ് സൈഡിൽ കാണിക്കുക. ബാലൻസ് B/D എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റോ നമുക്ക് എഴുതാം. അപ്പോൾ ബാലൻസ് B/D എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിക്കുന്നത് ക്യാഷും ബാങ്കും സെപ്പറേറ്റ് ഉള്ളതുകൊണ്ട് ക്യാഷ് 20,000, ദെൻ ബാങ്ക് 35,000 സെപ്പറേറ്റ് തന്നെ കാണിക്കുക. ക്ലിയർ ആണല്ലോ? അതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള നമ്മുടെ ഓരോ റെസിപ്റ്റ്സും എഴുതുക. അതിൽ ഫസ്റ്റ് വൺ സബ്സ്ക്രിപ്ഷൻ കാണിക്കുമ്പോൾ നമുക്കറിയാം 3 വർഷത്തെ സെപ്പറേറ്റ് ആയിട്ട് തന്നിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ. അപ്പോൾ നമ്മൾ 3 വർഷം വേറെ വേറെ തന്നെ കാണിക്കുക. 2013-14 30,000. ദെൻ 2014-15 എത്രയാണ്, 2014-15 2,25,000 2,25,000. ദെൻ 2015-16 കാണിക്കുക. 2015-16 10,000. ടോട്ടൽ നമുക്ക്
2,65,000 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? ഔട്ടർ കോളത്തിൽ 2,65,000 കാണിക്കുക. പിന്നെ അടുത്തത് ഡൊണേഷൻ ഫോർ ബിൽഡിംഗ്. ഡൊണേഷൻ ഫോർ ബിൽഡിംഗ് എത്രയാണ്? 60,000, 60,000. ദെൻ നെക്സ്റ്റ് എൻട്രൻസ് ഫീ. എൻട്രൻസ് ഫീ എത്രയാണ്? 23,000. നെക്സ്റ്റ് ലൈഫ് മെമ്പർഷിപ്പ് ഫീ. ലൈഫ് മെമ്പർഷിപ്പ് ഫീ എത്രയാണ്? 20,000. നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റി. ഗവൺമെൻറ് സെക്യൂരിറ്റിയിലെ ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള ഇൻട്രസ്റ്റ് എത്രയാണ്? 18,000, 18,000. ദെൻ ലാസ്റ്റ് വൺ ലോക്കർ റെൻറ്റ്. ലോക്കർ റെൻറ്റ് എത്രയാണ്? 42,000 അല്ലേ? ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മളെല്ലാ റെസിപ്റ്റ്സും എഴുതി കഴിഞ്ഞു. ഇനി നമ്മൾ പേയ്മെൻറ്റ് സൈഡിൽ നമ്മൾ ബാക്കിയുള്ള പേയ്മെൻറ്റ്സുകൾ എല്ലാം എഴുതാം. പേയ്മെൻറ്റ്സിൽ ഫസ്റ്റ് വൺ പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി. പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി എത്രയാണ്? പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി 38,750. ദെൻ ലൈറ്റിംഗ്. ലൈറ്റിംഗ് എത്രയാണ്? 26,250, 26,250. ദെൻ റേറ്റ്സ് ആൻഡ് ടാക്സ്. റേറ്റ്സ് ആൻഡ് ടാക്സ് എത്രയാണ്? 17,000. ദെൻ ടെലഫോൺ ചാർജ്. ടെലഫോൺ ചാർജ് 2,600. ദെൻ പോസ്റ്റേജ് ആൻഡ് കൊറിയർ. പോസ്റ്റേജ് ആൻഡ് കൊറിയർ എത്രയാണ്? 2,000. ദെൻ നെക്സ്റ്റ് വൺ വേജസ് ആൻഡ് സാലറീസ്. വേജസ് ആൻഡ് സാലറി എത്രയാണ്? 88,000. ദെൻ നെക്സ്റ്റ് പർച്ചേസ് ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റി. പർച്ചേസ് ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റി എത്രയാണ്? 2 lakh. ക്ലിയർ ആണല്ലോ? അപ്പോൾ എല്ലാം എഴുതി കഴിഞ്ഞാൽ ഇനി നമുക്ക് ബാലൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ ബാലൻസ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ക്യാഷ് ബാലൻസ് ബാങ്ക് ബാലൻസ് സെപ്പറേറ്റ് വേണമെങ്കിൽ ബാങ്ക് ബാലൻസ് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. അത് നമ്മൾ തൽക്കാലം എഴുതാം. ബാലൻസ് CBAR D എന്ന് പറഞ്ഞിട്ട് ബാങ്കിൻ്റെ ബാലൻസ് 70,000 എഴുതാം. ഓക്കെ ആണല്ലോ? ഇനി സാധാരണ ലെഡ്ജർ ബാലൻസ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ രണ്ട് സൈഡിലും വരയിട്ട് നമ്മൾ ടോട്ടൽ കൗണ്ട് ചെയ്യാം. ടോട്ടൽ കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് 4,83,000 എന്ന് കിട്ടും. അത് നമ്മൾ രണ്ട് സൈഡിലും എഴുതാം. 4,83,000. അപ്പോൾ നമുക്ക് കൂടുതൽ കിട്ടുന്ന ഡെബിറ്റ് സൈഡാണ്. അപ്പോൾ ക്രെഡിറ്റ് സൈഡിലുള്ള എല്ലാ ഐറ്റംസും 4,83,000 നമ്മൾ കുറയ്ക്കുക. നമ്മൾ കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡിഫറൻസ് ആണ് നമ്മുടെ ക്യാഷ് ഇൻ ഹാൻഡിൻ്റെ ബാലൻസ്. അപ്പോൾ 4,83,000 നമ്മൾ പേയ്മെൻറ്റ് സൈഡിലുള്ള എല്ലാ ഐറ്റംസും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ബാലൻസ് എന്ന് പറയുന്നത് 23,400 ആണ്. 23,400 നമുക്ക് ക്യാഷ് ഇൻ ഹാൻഡിൻ്റെ ബാലൻസ് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ഇത്രയേ ഉള്ളൂ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഞാൻ ഇന്നൊരു ക്വസ്റ്റ്യനും കൂടെ നിങ്ങൾക്ക് അഡീഷണലി തരാം. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഇതിൽ എന്തെങ്കിലും തരത്തിൽ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. എന്തായാലും നമുക്കിതിൻ്റെ ബാക്കി ഭാഗവുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.